സംസാരിക്കാൻ അറിയാഞ്ഞിട്ടാണോ അതോ സംസാരിക്കാൻ അറിയാഞ്ഞിട്ടാണോ അതോ ടോപ്പിക്ക് കിട്ടാഞ്ഞിട്ടാണോ എന്നറിയില്ല. പ്രത്യേകിച്ച് ഒന്നും നിങ്ങളോട് പറയാനൊന്നും കിട്ടാതിരിക്കുമ്പോൾ വീട് മൊത്തം ഒന്ന് തപ്പി നടന്നു. അന്നേരം കൈ കിട്ടിയ ഒരു ബോട്ടിലാണ് ഇതെന്താന്ന് വെച്ചാൽ സെൻട്രം. ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഇതിന് എന്താണെന്ന് ഞാൻ പറയാം. കാരണം ഇപ്പൊ കാനഡയിൽ പുതുതായി വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ വന്ന് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ അവര് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവും. അത് ഫിസിക്കലി ആവാം, മെന്റലി ആവാം, അങ്ങനെ പല പ്രശ്നങ്ങളാവാം. ചിലപ്പം PR-ന്റെയോ നമ്മുടെ അങ്ങനെ എന്തേലും അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷന്റെ PR-ന്റെ അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവും. അങ്ങനെ എല്ലാ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എൻ്റെ കയ്യിലില്ല, പക്ഷെ ചില പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മെന്റലി ആൻഡ് ഫിസിക്കലി ഈ രണ്ട് ടോപ്പിക്ക് നമുക്ക് പറയാം. ഫിസിക്കലി വരുന്ന പ്രശ്നങ്ങൾക്ക് നമ്മളൊരു ഡോക്ടറെ വിളിച്ച് മരുന്നെടുത്താൽ ചിലപ്പോൾ മാറുമായിരിക്കും. പക്ഷെ മെന്റലി വരുന്ന പ്രശ്നങ്ങളോ അതിന് നമ്മൾ അതിൻ്റെതായ മരുന്നെടുക്കണം. പല കാരണങ്ങളുണ്ടാവും. എന്തായിരിക്കും മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന വൈറ്റമിൻസിന്റെ കുറവ്. അതായത് കാനഡ പോലുള്ള രാജ്യത്ത് നമുക്ക് സൂര്യനിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻസിന്റെ അളവ് വളരെ കുറവായിരിക്കും. സൂര്യനുണ്ട്, പക്ഷേങ്കിൽ അതിന് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അന്നേരം നമ്മൾ മെയിനായി പല ടൈപ്പിലുള്ള മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ ഈ സെൻട്രം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കേണ്ട കുറേ ടാബ്ലറ്റ്സ് ഒഴിവാക്കി നമ്മൾ ഈ ഒറ്റ സെൻട്രത്തിൽ നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻ കിട്ടും. ഇതിൽ മെയിനായി വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, B1, B2, B6, B12, D അങ്ങനെ പല വൈറ്റമിൻസും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതിനെ പൊതുവായി ഇവിടെ എല്ലാവരും പറയുന്നത് ഭ്രാന്തിന്റെ ഗുളിക എന്ന്. കാരണം ഇത് കഴിക്കാണ്ടിരിക്കുമ്പോൾ ഞാൻ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. എന്തിനു തൊട്ടതിനും പിടിച്ചിരുന്നു. ഒരു തുണി എടുത്താ പ്രശ്നം, തുണി വീണാ പ്രശ്നം, വെള്ളം മറിഞ്ഞാ പ്രശ്നം, പ്ലേറ്റ് എടുത്താ പ്രശ്നം, പ്ലേറ്റ് വെച്ചാ പ്രശ്നം, തൊട്ടതിനും പിടിച്ചതിനും ഫുൾ അടി പിടി വഴക്ക്. അവസാനം പലരുടെയും അഭിപ്രായം ചോദിച്ച് ഇവിടെ അടുത്തുള്ള ഷോപ്പേഴ്സിൽ പോയി. അവിടെ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ ഒരു ഫാർമസിസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇയാളോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അന്നേരം അയാൾ റെക്കമെൻഡ് ചെയ്ത ടാബ്ലറ്റ്സ് ആണ് ഇത് 2 ടൈപ്പ് ഉണ്ട്. മെയിനായിട്ട് ഇത് ബോയ്സിനും ഇത് വരുന്നത് ലേഡീസിനുമാണ്. ഇതിൽ ഡെയിലി ഒരു ടാബ്ലറ്റ് വീതം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല പ്രശ്നങ്ങളും മെന്റലി വരുന്ന പല പ്രശ്നങ്ങൾക്കും നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റം എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് എന്ന് പറയാണ്. കാരണം എല്ലാവരും പറഞ്ഞു കേട്ട് പറയുന്നല്ല, ഇത് കഴിച്ചിട്ട് എനിക്കുള്ള മാറ്റം എനിക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. അപ്പം കാനഡയിൽ ഉള്ളവരാണെങ്കിൽ, ഇതുവരെ ഇത് കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായും പോയി വാങ്ങിക്കണം. ഷോപ്പേഴ്സിൽ പോയാൽ ഫാർമസിസ്റ്റിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. തീർച്ചയായിട്ടും കഴിക്കണം. ഓക്കെ, സെൻട്രം.